ജൂൺ 3 ലോക സൈക്കിൾ ദിനം. എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി വേൾഡ് ബൈസിക്കിൾ ഡേ ആചരിക്കുന്നു. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ഒരുപോലെ ഗുണകരവും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതുമായ സൈക്കിളിൻ്റെ പ്രാധാന്യത്തെ ആഗോളതലത്തിൽ ഓർമ്മിപ്പിക്കുന്നതിനാണ് ഈ ദിനാചരണം നടത്തുന്നത്. 2018 മുതലാണ് ഈ ദിനാചരണം നടത്തിവരുന്നത്. ജി ശങ്കരക്കുറുപ്പ് ജന്മദിനം. ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നേടുന്ന മലയാളത്തിലെയും ഇന്ത്യയിലെ തന്നെയും ആദ്യ സാഹിത്യകാരനാണ് ജി ശങ്കരക്കുറുപ്പ്. കവി, അധ്യാപകൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിൽ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മലയാള കവിതയിലെ സിംബോളിസം, ഇമേജിസം, മിസ്റ്റിസിസം തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ മുഖ്യ വക്താവാണ്. 1901 ജൂൺ 3 എറണാകുളം ജില്ലയിലെ കാലടിക്ക് അടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതി തുടങ്ങുകയും അറിയപ്പെടുന്ന കവിയായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ, വിശ്വദർശനം, സൂര്യകാന്തി, നിമിഷം, പാഥേയം തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധങ്ങളായ കൃതികളായി അറിയപ്പെടുന്നു. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 63 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 67 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചു. 1968 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. തനിക്ക് കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാര തുക ഉപയോഗിച്ച് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്ന ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ മലയാളത്തിലെ മികച്ച സാഹിത്യകൃതികൾക്ക് 1968 മുതൽ ഓടക്കുഴൽ അവാർഡ് എന്ന അവാർഡ് ഏർപ്പെടുത്തുകയും ചെയ്തു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് 1968 ആദ്യ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. 1978 ഫെബ്രുവരി 2 ജി ശങ്കരക്കുറുപ്പ് അന്തരിച്ചു. മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രഖ്യാപന ദിനം. സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 സ്വതന്ത്ര രാജ്യങ്ങളാക്കി വിഭജിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകാനുള്ള മൗണ്ട് ബാറ്റൻ പ്ലാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത് 1947 ജൂൺ 3 ഇത് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നും ജൂൺ 3 പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സിഖു സമുദായത്തിൻ്റെയും പ്രതിനിധികളുമായി അന്നത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ചർച്ചകളിലൂടെ ധാരണയിലെത്തിയാണ് ഇത്തരമൊരു പ്ലാൻ അവതരിപ്പിക്കുന്നത്. അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യനിയമം 1947 എന്ന പേരിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഈ നിയമപ്രകാരമാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നത്.